നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം അവതരിപ്പിക്കുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റമാണ്. 2025 മെയ് 15 തീയതി വെളുപ്പിന് 2:30 ഏകദേശം വ്യാഴം രാശി മാറുകയാണ്. ഇപ്പോൾ നിൽക്കുന്ന ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് വ്യാഴം രാശി മാറുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും വ്യാഴത്തിന്റെ രാശിമാറ്റം മൂലമുണ്ടാകുന്ന ഫലങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് അവതരിപ്പിക്കാം. ബൃഹസ്പതി, ദേവഗുരു എന്നൊക്കെ വ്യാഴത്തിന് പേരുണ്ട്. ശുഭഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ്. ഫലദാന വിഷയത്തിൽ ഏറ്റവും മനുഷ്യരെ സ്വാധീനിക്കുന്ന ഗ്രഹവും കൂടിയാണ് വ്യാഴം. വ്യാഴം ഏകദേശം 1 വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 വർഷക്കാലം നമ്മെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റം ഓരോ വ്യക്തികൾക്കും എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നുള്ള വിഷയം അതീവ പ്രാധാന്യമുള്ളതാണ്. വൈദിക ജ്യോതിഷത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹമായിട്ടാണ് വ്യാഴത്തെ കരുതുന്നത്. വ്യാഴം നിൽക്കുന്ന രാശിയിലും അതുകൂടാതെ 5, 7, 9 എന്നീ രാശികളിലുമൊക്കെ വ്യാഴത്തിന്റെ സ്വാധീനം ഉണ്ടാകും. വ്യാഴം നോക്കുന്ന രാശിയിലും എപ്രകാരം അമൃത് വർഷിക്കുന്നു അതേപോലെ തന്നെ ഫലം ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ഇത് പ്രയോജനം ചെയ്യും എന്നുള്ളത് നമുക്ക് താല്പര്യമുള്ള വിഷയം തന്നെയാണ്. ആഡംബരത്തിന്റെയും കലകളുടെയും ഒക്കെ കാരഗ്രഹമായിട്ടുള്ള ശുക്രന്റെ രാശിയിൽ നിന്ന് വിദ്യയുടെയും ബുദ്ധിയുടെയും ഒക്കെ കാരഗ്രഹമായിട്ടുള്ള ബുധന്റെ രാശിയിലേക്ക് വ്യാഴം കടക്കുകയാണ്. ധനു, മീനം രാശികളുടെ അധിപനാണ് വ്യാഴം. വ്യാഴം ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനൻ രാശിയിലേക്ക് കടക്കുമ്പോൾ തുലാം, ധനു, കുംഭം എന്നീ രാശികളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാകുന്നതാണ്. മകരൻ രാശി വ്യാഴത്തിന്റെ നീചരാശിയാണ്. അതേപോലെ തന്നെ കർക്കിടകൻ രാശി വ്യാഴത്തിന് ഉച്ചരാശിയാണ്. കുട്ടികൾ, സന്തോഷം, വീട്, സമ്പത്ത്, സമൃദ്ധി, സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യം, സാമൂഹിക സേവനം, സാമൂഹികമായിട്ടുള്ള ബഹുമാനം എന്നിവയുൾപ്പെടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ വ്യാഴം ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ട്. എന്നാൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടയ്ക്ക് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഫലമായിട്ട് പറയാം. ഇപ്പോൾ മിഥുനം രാശിയിലുള്ള വ്യാഴത്തിന്റെ സംക്രമണത്തിന്റെ പൂർണ്ണ ഫലമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഓരോരോ രാശിക്കൂറുകാരുടെയായി പ്രത്യേകം ഫലത്തെ പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് മീനക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്നത് പുരുട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 4-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. ജന്മരാശിയുടെ 4-ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ ആദ്യം പറയാം, പിന്നീട് നമുക്ക് വിശദമായിട്ടുള്ള ഫലങ്ങൾ പറയാം. വ്യാഴം ജന്മരാശിയുടെ 4-ാം ഭാവത്തിൽ നിൽക്കിയാൽ ബന്ധു സൗഖ്യം, സുഖഹാനി ഇവയൊക്കെയാണ് ഫലം. സമ്മിശ്ര ഫലങ്ങളാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാം. മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ 4-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 8-ാം ഭാവത്തിലേക്കും 10-ാം ഭാവത്തിലേക്കും 12-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങളും ഉണ്ടാകാം. വ്യാഴം ജന്മരാശിയുടെ അധിപൻ തന്നെയാണ്, കൂടാതെ 10-ാം ഭാവത്തിന്റെയും അധിപനാണ്. തൊഴിലിൽ ഏകാഗ്രത വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതൊക്കെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ ചെലവ് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നിരുന്നാലും കയ്യിലുള്ള ധനം യോഗ്യമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ചെലവഴിക്കുന്നത്. ആയുർദൈർഘ്യം ഉയരുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. മാതാവിനോ മാതൃതുല്യരായുള്ളവർക്കോ പ്രയോജനം ലഭിക്കുന്നതാണ്. ബന്ധുക്കൾക്ക് നല്ല അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഫലങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിൽ ആവശ്യങ്ങൾക്കായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. ഒക്ടോബർ മാസത്തിൽ ഏതാനും നാളുകളിലേക്ക് വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് 5-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതിനുശേഷമുള്ള പ്രതിലോമ സഞ്ചാരവും ഒക്കെ മീനക്കൂറുകാർക്കും അവരുടെ സന്താനങ്ങൾക്കും സാമ്പത്തിക അഭിവൃദ്ധിക്ക് സഹായകരമാണ്. പ്രണയബന്ധങ്ങളിലും വൈവാഹിക ബന്ധങ്ങളിലും ഒക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പിന്നീട് വ്യാഴം 4-ാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ അല്പം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കുടുംബാംഗങ്ങൾക്കിടയിൽ അല്പസ്വല്പം അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടേക്കാം. തൊഴിലിൽ വിജയം കൈവരിക്കാനായിട്ട് മീനക്കൂറുകാർ അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടതാണ്. വ്യാഴാഴ്ച വ്യാഴഗ്രഹത്തിന്റെ മന്ത്രങ്ങൾ ജപിക്കുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇപ്രകാരം ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും. 12 രാശിക്കൂറുകാരുടെയും വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം വിശകലനം ചെയ്ത് അവതരിപ്പിച്ചു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.